Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ലോകരക്ഷകനായ ഈശോ മിശിഹായുടെ പിറവിത്തിരുന്നാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. ലോകം മുഴുവന്റെയും സന്തോഷത്തിന്റെ നിദാനമാണ് മനുഷ്യനായി അവതരിച്ച ഈശോ. അതുകൊണ്ടാണ് ദൂതൻ ഇടയന്മാരോട് ഈശോയുടെ ജനനവാർത്ത അറിയിക്കുമ്പോൾ പറയുന്നത്, ഇതാ സകല ലോകത്തിനും വേണ്ടിയുള്ള സകല ജനതകൾക്കും വേണ്ടിയുള്ള മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന്. ഇത് മഹാസന്തോഷത്തിന്റെ സദ്വാർത്തയാണ്, സകല മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള സദ്വാർത്തയാണ്. ലോക ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ച മിശിഹായ്ക്ക് മുൻപും മിശിഹായ്ക്ക് പിൻപും എന്നുള്ള ആ വിഭജനത്തിന് കാരണമായിക്കൊണ്ട് മനുഷ്യചരിത്രത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ചരിത്രത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ദൈവം മനുഷ്യനായ ആ മഹാരഹസ്യത്തിന്റെ ആഘോഷമാണ് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത്. ദൈവിക പദ്ധതി എപ്രകാരമാണ് ഇതിലേക്ക് വഴിയൊരുക്കിയത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യത്തെ വായനയിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. ദൈവം ഈ പ്രപഞ്ചവും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഈ സൃഷ്ടിയുടെ എല്ലാം മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അദൃശ്യനായ ദൈവത്തിന് ഛായയും സാദൃശ്യവുമോ? പക്ഷെ ദൈവം ഒരു ഛായ സ്വീകരിച്ചു, ഒരു സാദൃശ്യം അവിടുന്ന് സ്വീകരിച്ചു. അത് മനുഷ്യന്റെ സാദൃശ്യമാണ്, കന്യകയായ മറിയത്തിൽ നിന്ന് എടുത്ത സാദൃശ്യമാണ്. അപ്പോൾ അന്ന് ആദിയിൽ നടക്കുന്ന ആ സൃഷ്ടികർമ്മത്തിൽ തന്നെ മറിയത്തിൽ നിന്ന് ദൈവം സ്വീകരിക്കുവാനിരുന്ന ആ മനുഷ്യരൂപം മുൻപിൽ കണ്ടുകൊണ്ട് ആ ഛായയിലും സാദൃശ്യത്തിലുമാണ് ആദ്യ മനുഷ്യന് രൂപം നൽകിയത് എന്നാണ് സഭാപിതാക്കന്മാർ പറയുക. അനാദി മുതലേ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പദ്ധതിയായിരുന്നു ഈ മനുഷ്യാവതാര രഹസ്യം എന്നത്. ഇതേക്കുറിച്ച് ദാവീദ് രാജാവിന് ദൈവം നൽകിയിരുന്ന വാഗ്ദാനമാണല്ലോ 2-ാമത്തെ വായനയിൽ സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിന് വാഗ്ദാനം ചെയ്തത് എന്തായിരുന്നു? ദാവീദിന് ജനിക്കാൻ പോകുന്ന പുത്രൻ, അവന്റെ രാജസിംഹാസനം എന്നേക്കും നിലനിൽക്കും, അവൻ നിത്യരാജാവായിരിക്കും, അവൻ ദൈവത്തിന്റെ പുത്രനായിരിക്കും. ദാവീദിന് ജനിക്കുവാൻ പോകുന്ന പുത്രൻ ദൈവത്തിന്റെയും പുത്രനായിരിക്കും. ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട ദാവീദിന്റെ പുത്രനാണ് ഈശോ എന്നുള്ള സത്യം വ്യക്തമാക്കുന്നതാണ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയിൽ നിന്ന് ജന്മമെടുത്തുകൊണ്ട് ദൈവം വ്യക്തമാക്കിയത്. ഈ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നതുകൊണ്ട് തന്നെയാണ് നസറത്തുവാസിയായിരുന്ന യൗസേപ്പ് ബെത്ലഹേമില് അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം സെൻസസില് പേരെഴുതിക്കുവാൻ വേണ്ടി പോകേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ബെത്ലഹേമില് ദാവീദിന്റെ പട്ടണത്തിൽ വെച്ച് തന്നെ ദാവീദിന്റെ പുത്രനായിട്ട് ജനിക്കുന്ന, വാഗ്ദാനപുത്രനായി ജനിക്കുന്ന ഈശോയ്ക്ക് പിറവിയെടുക്കേണ്ടി വരുന്നത്. ഈ മഹാരഹസ്യം, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവന്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവം ഒരു ശിശുവായി ജനിക്കുന്ന ഈ മഹാരഹസ്യത്തിന് മനുഷ്യൻ നൽകിയ സ്വീകരണമോ? അവിടത്തേക്ക് ജനിക്കുവാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. സത്രത്തിൽ അവിടത്തേക്ക് സ്ഥലം ലഭിച്ചില്ല എന്നാണ്, അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്നാണ് സുവിശേഷകൻ പറയുന്നത്. എപ്രകാരമാണ് മനുഷ്യരുടെ പക്കലേക്ക് വന്ന ദൈവത്തെ മനുഷ്യൻ തിരസ്കരിച്ചത്? ദൈവം സ്വന്തം ജനത്തിന്റെ പക്കലേക്ക് വന്നു, എന്നാൽ സ്വകീയർ അവനെ സ്വീകരിച്ചില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ ദൈവത്തെ സ്വീകരിക്കാതിരിക്കുന്ന, തിരിച്ചറിയാതിരിക്കുന്ന ഒരു മനുഷ്യകുലത്തെയാണ് നമ്മൾ കാണുക. ഇന്നും ദൈവത്തെ വിസ്മരിച്ച് ദൈവമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൈവിക യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും, രഹസ്യങ്ങൾ ആഘോഷിക്കുമ്പോഴും ഇതിൽ സത്യമായി വിശ്വസിക്കുവാനും ഈ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനും അനുവദിക്കുവാനും ഒക്കെ കഴിയാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആഘോഷത്തിന്റെ തലത്തിൽ മാത്രം നിൽക്കാതെ ഉറച്ച വിശ്വാസത്തിന്റെ പ്രകാശനമായി മാറുകയും ജീവിതത്തെ പരിവർത്തിതമാക്കുന്നതിന്, മാനസാന്തരപ്പെടുത്തുന്നതിന്, മാറ്റം വരുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ, ഈ വിശ്വാസത്തിന് അനുസൃതമായ ജീവിത പരിവർത്തനം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ആഘോഷത്തിനും അർത്ഥമുണ്ടാവുകയുള്ളൂ.
ഈ മനുഷ്യാവതാര രഹസ്യ വാർത്ത ലഭിക്കുന്നതിന് ഭാഗ്യം ലഭിച്ചത് ആർക്കായിരുന്നു? വിനീതരായ, എളിയവരായ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഇടയന്മാർക്ക്. ശൂന്യനായിത്തീരുന്ന, സ്വയം ശൂന്യവൽക്കരിക്കുന്ന ദൈവപുത്രനുടെ ജനനത്തിന്റെ വാർത്ത ഈ എളിയവരായ ഇടയന്മാർക്ക് ലഭിക്കുന്നു. ദൂതൻ പറയുകയാണ്, സകല ജനത്തിനും വേണ്ടിയുള്ള ഈ മഹാസന്തോഷത്തിന് സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു, കർത്താവായ മിശിഹ. ഏത് കർത്താവാണ്? മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തിയ, മുൾപ്പടർപ്പിൽ സ്വയം വെളിപ്പെടുത്തിയ കർത്താവ്, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയ ആ കർത്താവ് തന്നെ ഇതാ ഇവിടെ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. അബ്രാഹത്തിന്, ദാവീദിന് മോശയിലൂടെ മറ്റുമൊക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ മിശിഹ, അഭിഷിക്തനായ മിശിഹ, പുരോഹിതനും പ്രവാചകനും രാജാവുമായ മിശിഹ ഇതാ ഇവിടെ ജനിച്ചിരിക്കുന്നു. അവന്റെ ജനനം ചരിത്രത്തെ രണ്ടായി മാറ്റി, AD എന്നും BC എന്നും വിഭജിച്ചു. ചരിത്രത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് അവൻ നിൽക്കുന്നു. ഈശോയുടെ ജനനവേളയില് മാലാഹമാര് സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ ചെയ്യുവാൻ വേണ്ടി ഭൂമിയിലേക്ക് വരികയാണ്. ദൈവസ്തുതികളുമായി ദൈവസന്നിധിയിൽ നിരന്തരമായിരിക്കുന്ന മാലാഹമാർ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് പോന്നപ്പോൾ ദൈവത്തെ അനുഗമിക്കുകയാണ്, അകമ്പടി സേവിക്കുകയാണ്. സ്വർഗത്തിൽ ചെയ്യുന്ന അതേ കാര്യം തന്നെ അവർ ഇവിടെയും ചെയ്യുന്നു, ദൈവസ്തുതികൾ ആലപിക്കുന്നു. ഇതേക്കുറിച്ചാണ് ഹെബ്രായ ലേഖകൻ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ, പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ആ ദൈവം ഇവിടെ മനുഷ്യനായി അവതരിച്ചു, തന്റെ പുത്രനിലൂടെ സംസാരിച്ചു, ദൈവത്തിന്റെ വചനം മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഈ മനുഷ്യനായി അവതരിച്ച ദൈവത്തിന്റെ സംസാരമായ, ദൈവത്തിന്റെ വചനമായ, ദൈവത്തിന്റെ ലോഗോസായ ഈ ഈശോ മാലാഹമാരെക്കാളും ഉപരിയാണ് എന്നുള്ള സത്യമാണ് ഹെബ്രായ ലേഖനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുതന്നെയാണ് ഈശോയുടെ ജനനവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് മാലാഖയായിരുന്നു. അവിടുത്തെ ജനനവേളയിൽ പ്രത്യക്ഷപ്പെട്ടതും ഈ മാലാഹന്മാരുടെ വൃന്ദമായിരുന്നു. ഈ മാലാഹന്മാരുടെ സ്തുതികീർത്തന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനുഷ്യാവതാരത്തിന്റെ 2 ഫലങ്ങൾ വ്യക്തമാക്കുന്നതാണ്. സ്വർഗത്തിലുള്ള ഫലവും ഇങ്ങ് ഭൂമിയിലുള്ള ഫലവും. സ്വർഗത്തിൽ എന്താണ് മനുഷ്യാവതാരം വഴി സംഭവിച്ചത്? ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി, പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായപ്പോൾ അത് ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവമാണ് മഹത്വീകരിക്കപ്പെടുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ മനുഷ്യനായി അവതരിച്ചത്. അവിടുത്തെ ജീവിതം മുഴുവനും പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. മനുഷ്യാവതാരം വഴി ദൈവ മനുഷ്യനായതിലൂടെ മനുഷ്യരായ നമുക്ക് ലഭിച്ചത് എന്താണ്? ശാശ്വതമായ സമാധാനവും പ്രത്യാശയും. സമാധാന രാജാവായിട്ടാണ് അവിടുന്ന് ജനിക്കുന്നത്. അഗസ്റ്റസ് സീസറിനെ കുറിച്ച് പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ ഭരണകാലമാണ് റോമില് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടായിരുന്നത്. പാക്സ് റൊമാന എന്നറിയപ്പെട്ടിരുന്നത്, റോമൻ പീസിന്റെ കാലം എന്ന് പറയുന്നത് അഗസ്റ്റസ് സീസറിന്റെ കാലമായിരുന്നു പറയും. പക്ഷേ അത് അദ്ദേഹത്തിന്റെ സമാധാനം പരിധി അത് റോമാ സാമ്രാജ്യത്തിലായിരുന്നെങ്കിൽ ഇതാ ലോകം മുഴുവന്റെയും സമാധാന രാജാവായിട്ട് ദൈവമായ കർത്താവ് തന്നെ ജനിച്ചിരിക്കുന്നു എന്നുള്ള, അതാണ് മനുഷ്യർക്ക് സമാധാനം. സന്മനസ്സുള്ളവർക്ക്, ദൈവകൃപ ലഭിച്ചവർക്ക്, ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമാകുന്നവർക്ക്, ദൈവപ്രമാണങ്ങളനുസരിച്ച് ദൈവത്തിന്റെ വഴിയെ നടക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും പ്രത്യാശയും നൽകുവാൻ വേണ്ടി ഇതാ ദൈവം മനുഷ്യനായിരിക്കുന്നു. ദൈവത്തിന്റെ ആ സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹം അത്ഭുതം പ്രവർത്തിച്ചതാണ്, അത്ഭുതമായതാണ് മനുഷ്യാവതാരം. ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി ദൈവം ഇതാ ഈ ദുർബല ബലഹീനനായ ശിശുവായി തീർന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മയും വാനോളം ഉയർത്തുവാൻ വേണ്ടി, സ്വർഗത്തോളം ഉയർത്തുവാൻ വേണ്ടി, ദൈവമക്കളാക്കുവാൻ വേണ്ടി. അതേക്കുറിച്ചാണല്ലോ സഭാപിതാക്കന്മാർ പറയുന്നത്, ദൈവമായിരുന്ന അവിടുന്ന് മനുഷ്യനായത് മനുഷ്യരായ നമ്മെ ദൈവമക്കളാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നുവെന്ന്. നമുക്ക് സൃഷ്ടിയിൽ ആദ്യം ദൈവം മനുഷ്യന് നൽകിയിരുന്ന ആ ദൈവിക സഹവാസത്തിലേക്ക് നമ്മയും കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി, ആ അനുഗ്രഹം നമുക്ക് നൽകുവാൻ വേണ്ടി, ആ സമാധാനം, ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന്റെ സമാധാനവും പ്രത്യാശയും നൽകുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. ഈശോയുടെ പിറവിത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഇന്ന് മിശിഹ നൽകുന്ന, ലോകത്തിന്റെ രാജാവായ, സമാധാന രാജാവായ മിശിഹ നൽകുന്ന ആ സമാധാനം, അത് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും സ്വീകരിക്കുവാനും അത് ആവോളം അനുഭവിച്ച് ജീവിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം.
ഒരിക്കൽ കൂടി പിറവിത്തിരുന്നാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു.